കുറെ കൊച്ചു കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇവർ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത കുട്ടികളാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ ഒരു എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒരു അനുഭവം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത കുട്ടികളാണല്ലേ? എല്ലാവരും പങ്കെടുത്തിരുന്നു. ഏത് കാണ്ഡമാണ് വായിച്ചത്? ബാലകാണ്ഡം. ബാലകാണ്ഡത്തിലെ ഏത് ഒരു ശ്ലോകം ചൊല്ലാമോ? ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കോളൂ. ആര് ചൊല്ലിയാലും കുഴപ്പമില്ല. അല്ലെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലിക്കോ. ഒരുമിച്ച് ചൊല്ലിക്കോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ യോഗാമി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമ രാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇത് നിർത്താന്ന് പറയാൻ തോന്നുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഇവർ ചൊല്ലുന്നുണ്ട്. എന്നാലും ഇവരുടെ അടുത്ത് ചോദിക്കാം എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ശ്ലോകം മൊത്തം അടിപ്പിക്കാം. അപ്പോൾ ഈ രാമായണ പാരായണത്തിന് നിങ്ങൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാർ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ശ്രീരാമൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ഒരു പ്രശ്നമില്ല അല്ലേ? ഈ രാമായണം പഠിച്ചുകൊണ്ട് എന്താ ഗുണം? മനസ്സും ശരീരം ഒരേപോലെ ശുദ്ധിയാവും. അതെങ്ങനെ ശുദ്ധിയാവണം? ഓരോ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ സംസ്കൃതം ഓരോ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ അതിന് അക്ഷരശുദ്ധി കിട്ടും. അതല്ലാണ്ട് ഇത് പഠിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഓരോ ക്യാരക്ടേഴ്സിന്റെ അവരുടേതായ ഗുണങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഗുണങ്ങളുണ്ടെന്ന് അപ്പോൾ ഇത് വായിക്കുന്നതോടുകൂടെ നമുക്ക് അത് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത്